ഞാൻ എപ്പോഴും കാണുന്നത് ഡയറക്റ്റും ഇതൊന്നും അല്ല വലുത്. ഒരു പ്രൊഡ്യൂസർ വന്നാലേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ. പ്രൊഡ്യൂസർ വന്നാൽ ഡയറക്ടർ ഉണ്ടാവും, സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും, ക്യാമറമാൻ ഉണ്ടാവും, ടെക്നീഷ്യർക്ക് ഒരു ജീവിതം കിട്ടും. ഇന്ന് കാണുന്നത് പലതിനും 15 കോടിയും 20 കോടിയും 50 കോടിയൊക്കെ പറയുമ്പോൾ പല പ്രൊഡ്യൂസർമാരും പൈസ കൊടുത്തിട്ട് എപ്പിച്ചിട്ട് പോയി. അപ്പൊ ഈ പൈസയുടെ കണക്കൊന്നും ശരിക്കുമില്ല. അവര് പണം പൊട്ടി പോകുമ്പോൾ അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ വാദിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥമായിട്ട് അവരാണ് മുൻപന്തിയിൽ ആ പ്രൊഡക്ഷൻ കണ്ടുകൊണ്ട് കൂടെ നിൽക്കേണ്ടത്. പല പ്രൊഡ്യൂസർമാരെ വീട് വിറ്റ ചരിത്രങ്ങളുണ്ട്. പലരും വീട് വിറ്റിട്ടുണ്ട്, ജപ്തി വന്നവരുണ്ട്. ഇവരൊന്നും ആരും കാണില്ല മലയാള സിനിമയിൽ. അപ്പൊ ഞാനിപ്പോ 110 സിനിമകളോളം ചെയ്തു. അതിനൊരു 30 പടങ്ങളോളം ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ആ കാലഘട്ടത്തിൽ ജോർജ് കിത്തുവിന്റെ മഞ്ജു വാര്യർ അഭിനയിച്ച ഇന്നലകളില്ലാതെ എന്ന് പറഞ്ഞു, അങ്ങനെ കുറെ പടങ്ങൾ, കല്ലുകൊണ്ടൊരു പെണ്ണ്, അതൊക്കെ സൂപ്പർ ഹിറ്റായ പടങ്ങളാണ്. അത് ഞാൻ നമ്മളിപ്പോ പറയില്ല ഞാൻ വലിയ ആളാണെന്ന് ഞാൻ പറയുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും വന്നാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. സ്ക്രിപ്റ്റിലാണ് ഏറ്റവും വലിയത്. അത് ഡയറക്ടറും കൂടി ഒത്തുചേർന്ന് ആ ക്യാമറമാനായിട്ട് ബാക്കിയുള്ള ടെക്നീഷ്യന്മാർ എങ്ങനെയും വരും, അത് വന്നു പോകും.